ഈ ബാലണ്ണന് എന്തെങ്കിലും അസുഖമുണ്ടോ? തലയ്ക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ എന്തോ? ഈ ഒരു പ്രാവശ്യം പറയണതല്ല പിന്നെ പറയണത്. മീഡിയയുടെ മുന്നിൽ എന്തെങ്കിലുമൊക്കെ അങ്ങ് വിളിച്ച് പറയണു. കുറച്ച് നാൾ പറഞ്ഞുകൊണ്ടിരുന്ന് എൻ്റെ പാപ്പു എന്ന്. പിന്നെ പറയണ് അതിനൊന്നും കൊടുക്കൂല, അതിന് സ്വത്തും ഒന്നും കൊടുക്കൂല എന്ന്. എല്ലാം കോകിലേക്ക് എഴുതി കൊടുത്തെന്ന് 250 കോടി. ഇപ്പം മാമൻ പറയണ വാക്ക് നമുക്ക് കേൾക്കാം. നമ്മളെ അണ്ണാച്ചി മാമൻ വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറയും. എനിക്കും അമൃതക്കുമുള്ള ഒരു ബന്ധം പറയുന്നത് പാപ്പ മാത്രമേ അല്ലേ. എൻ്റെ മകൻ, ഞാനാണ് അച്ഛൻ. അത് ഈ ലോകത്ത് ആർക്കും മാറ്റാൻ പറ്റും. എനിക്ക് കാണിക്കുന്നുണ്ടോ കാണിക്കുന്നില്ല, എൻ്റെ കണ്ണു മുൻപ് ഇങ്ങനെ അടച്ചു വെച്ചിട്ട് പാപ്പുവേ ജീവിതത്തിൽ കാണിച്ചില്ലെങ്കിലും തന്നല്ലോ പാപ്പു ഇയാളെ മകള് തന്നല്ലോ. ആര് പറഞ്ഞാലും ആര് പറഞ്ഞില്ലെങ്കിലും പാപ്പു എൻ്റെ മകൾ തന്നെയാണ്. പിന്നെ എന്തുകൊണ്ട് ആ മോക്കൊന്നും കൊടുക്കുന്നില്ല? ആ മോളെ കാണുന്നില്ല, അതിനെ സംരക്ഷിക്കുന്നില്ല. എല്ലാം ഇപ്പം പറയണ കോകില മാമിക്ക് എഴുതി വെച്ചെന്നു. പാപ്പു എൻ്റെ മകൾ തന്നെയാണ്. ദൈവത്തിന് പോലും റൈറ്റ്സ് ഇല്ല ഒരു അച്ഛനെയും മകളെയും സെപ്പറേറ്റ് ചെയ്യുന്നത്. സോ ആ ഒരു പോയിന്റിൽ മാത്രമാണ് ഒരു ചെറിയ കണക്ഷൻ ഉള്ളത്. അച്ഛനും മകളും തമ്മിലുള്ള ബന്ധം അത് വലുത് തന്നെയാണ്. എങ്കിലും താൻ ജനിപ്പിച്ച കുട്ടിക്ക്, ഭാര്യ ഡിവോഴ്സ് ആയെങ്കിൽ താൻ ജനിപ്പിച്ച കുട്ടിക്ക് തൻ്റെ കയ്യിലുള്ളത് കൊടുക്കണോടോ? അതൊരു പഠിക്കണ കുട്ടിയല്ലേ, അതിനെന്തെല്ലാം ആവശ്യങ്ങൾ കാണും. വല്ലതാ കൊടുക്കാറുണ്ടോ? ഒന്നും കൊടുക്കാറില്ലല്ലോ, അന്വേഷിക്കുക പോലും ഇല്ല. ബാക്കിയുള്ള കാര്യങ്ങൾ അവരവരുടെ കാര്യങ്ങൾ അന്നും ഇന്നും എല്ലാ കാര്യത്തിലും, ഞാൻ പറയുന്നത് റിലേഷൻഷിപ്പിൽ മാത്രമല്ല, അന്നും ഇന്നും എല്ലാ കാര്യത്തിലും നല്ലത് ചെയ്താൽ നല്ലത് നടക്കും, ചീത്ത ചെയ്താൽ കിട്ടും. ആദ്യം ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചു, അതിനുശേഷമാണ് ഈ അമൃതയെ കല്യാണം കഴിക്കുന്നത്. അതിലാണ് ഈ പാപ്പു എന്ന് പറയുന്ന മോള്. ഈ ഒരു മകൾ മാത്രമേ ഉള്ളൂ. അതിൽ ആ പെൺകുട്ടിയെ ഒരുപാട് ഉപദ്രവിച്ചു. അതിനുശേഷമാണ് സഹിക്കാൻ വയ്യ, അതിനെ അത്രയ്ക്ക് ഉപദ്രവിച്ചു. ഭയങ്കര മദ്യപാനി. പിന്നെ അത് കഴിഞ്ഞിട്ട് സഹിക്കാൻ പറ്റാതെയായി, ഇതിനെ കൊണ്ട് ഒത്തുപോവാൻ പറ്റാത്തത് കൊണ്ട് ഡിവോഴ്സായി. ഇതിനിടയിൽ ഇയാൾ അടുത്ത കല്യാണം കഴിച്ചു, നമ്മുടെ എലിസബത്തിനെ കല്യാണം കഴിച്ചു. അതും എത്രയോ വർഷം കൊണ്ട് നടന്നു. അതിനും നല്ല ഉപദ്രവം ഉണ്ടായിരുന്നു. ഉപദ്രവമായ അതും സഹിക്കാൻ വയ്യാതെ അതും പോയി. പിന്നെ 4ാമത് കെട്ടിയത് അയാൾ ഇടുപ്പിൽ തട്ടിക്കൊണ്ട് നടന്ന ഒരു കുട്ടിയാണ്, തോളിലിട്ടുകൊണ്ട് നടന്ന ഒരു കുട്ടിയാണ് കല്യാണം കഴിച്ചിരിക്കുന്നു. അന്ന് ഇയാൾ പറയുന്നുണ്ട് 5 വയസ്സോ 6 വയസ്സോ അങ്ങാണ്ടേ ഉള്ളൂ. ഇപ്പം വലുതായപ്പം ഞാൻ അതിനെ കല്യാണം കഴിച്ചു. ഇപ്പോഴും അതിന് വലിയ പ്രായമൊന്നുമില്ല, കൂടിപ്പോയാൽ ഒരു 20-21 എത്രയോ വയസ്സേ ഉള്ളെന്ന് പറയുന്ന കേട്ടു. അപ്പം അതാണ് മെഴുകലി. പിന്നെ ഇയാൾ പറയുന്നുണ്ട് ഇയാളെ സ്വത്തിൻ്റെ അവകാശി കോകിലയാണെന്ന്, അതായത് 4ാമത്തെ ഭാര്യ. മോൾക്കും ഒന്നും കൊടുക്കൂല എന്ന് പറയുന്നുണ്ട്. അമൃത കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അപ്പോൾ അത് കേൾക്കണം. പാപ്പുവിനാണെങ്കിൽ പോലും ഞാനാണിപ്പോൾ അവളുടെ ഒരു ഗാർഡിയൻ അല്ലേ, അപ്പോൾ അവൾക്ക് അവകാശപ്പെട്ടൊരു സംഭവമാണ്. അവൾക്ക് ആകെ കിട്ടുന്ന കുറച്ച് മെച്യൂറായതിനു ശേഷം ആകെ കിട്ടുന്ന കുറച്ച് പൈസയാണ്. അതും എടുത്തു എന്ന് പറയുമ്പോൾ അത് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമല്ലേ. നമുക്ക് ആകെ മോളുടെ പേരിൽ 15 ലക്ഷം രൂപ ഈ കൊച്ചിൻ്റെ അക്കൗണ്ടിലോട്ട് പണം ഇട്ടിരുന്നത് പോലും ഈ അണ്ണാച്ചി എടുത്തു. 15 ലക്ഷം രൂപയാണ് എൻറ്റയർ ലൈഫ് ടൈം സെറ്റിൽമെൻറ്റ് ചെയ്തിരിക്കുന്ന ഡിവോഴ്സിൽ. അതല്ലാണ്ട് വേറൊരു എക്സ്ട്രാ എമൗണ്ടോ അല്ലെങ്കിൽ വേറെ പ്രോപ്പർട്ടിയോ അങ്ങനെ ഒന്നുമില്ല. എൻറ്റയർ മകൾക്ക് വേണ്ടി ജീവിതകാലം മൊത്തം കല്യാണം, പഠിത്തം, ചെലവ് എല്ലാത്തിനും വേണ്ടി ഒരു 15 ലക്ഷം രൂപയുടെ FDയും പിന്നെ 1 ലക്ഷം രൂപ വീതം 7 വർഷത്തേക്കുള്ള ഒരു ഇൻഷുറൻസ് പോളിസിയും. ഇത് മാത്രമാണുള്ളത്. ആ ഇൻഷുറൻസ് പോളിസിയാണ് നമുക്ക് ആക്ച്വലി ഇദ്ദേഹം അടയ്ക്കുന്നില്ല എന്നും അടച്ച് നമുക്ക് റിസീപ്റ്റ് തരണം എന്നാണ് എഗ്രിമെൻറ്റിലുള്ളത്. ഇത്ര നാൾ അടയ്ക്കാണ്ടിരുന്നിട്ടും നമ്മളിതിൻ്റെ പുറകെ ഒന്നും പോയിട്ടില്ല, നമുക്ക് പൈസ വേണ്ട, എന്തോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ നമ്മളതിനെ എന്താ പറയുക, സമാധാനമായിട്ട് ജീവിച്ചാൽ മതി എന്നുള്ളൊരു ഇതിൽ പോവാണ്. പക്ഷേ ഇപ്പോൾ കേസ് വന്നപ്പോൾ
അവരുടെ സൈഡിൽ നിന്ന് ഡോക്യുമെൻറ്റ്സ് മൊത്തം എന്താ പറയുക ഇതിനെക്കുറിച്ച് മാറ്റുകയും ഡോക്യുമെൻറ്റ്സ് മൊത്തം തെറ്റായി കൊടുത്തതിൻ്റെ സിഗ്നേച്ചർ അടക്കം മാറ്റി ഹൈക്കോടതിയിൽ സബ്മിറ്റ് ചെയ്യും, ഇങ്ങനെയൊക്കെ വന്നപ്പോൾ നമുക്കത് അതിനെക്കുറിച്ച് പറയേണ്ടതായിട്ട് വന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു നിവൃത്തിയില്ല. അയാൾക്ക് പണമുണ്ട്, അയാൾക്ക് പണം ഉള്ളത് കൊണ്ട് അയാൾ 16 പെണ്ണും കെട്ടി കുറേ നാൾ കൊണ്ട് നടക്കും, ആ കുട്ടികളെ ഉപദ്രവിക്കും, പിന്നെ അങ്ങ് കളയും. ഇതാണ് അയാളെ സ്വഭാവം. അപ്പം ഈ 4 കെട്ടിയെങ്കിൽ ഈ 1 മാത്രമേ കുട്ടിയുള്ളൂ. അപ്പം ഈ അവകാശി ആരാണ്? ഈ മകളല്ലേ. ഈ മകളുടെ അക്കൗണ്ടിൽ കിടന്ന പൈസ പോലും ഇയാൾ എടുത്തു. ആ കുട്ടിക്ക് ഇനി അതിനെ പഠിപ്പിക്കണം, അതിനെ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് അതിന് കല്യാണം കഴിപ്പിക്കണം, അങ്ങനെയൊക്കെ ഉള്ള ഇതുണ്ടല്ലോ. അപ്പം ഇയാൾ പാപ്പു 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 എന്ന് പറഞ്ഞുകൊണ്ട് എടോ വിളിച്ച് സ്നേഹം കാണിച്ചാൽ പോരടോ, അതിനൊരു നിക്ഷേപം അങ്ങോട്ട് ഇടണം എടോ, അതിനെന്തെങ്കിലും കരുതി വെക്കണം, എങ്കിലേ ആ പെൺകുട്ടിയെ കല്യാണം പോലും കഴിപ്പിച്ചയക്കാൻ പറ്റുള്ളൂ. അപ്പം ഈ അമ്മയല്ലേ ഉള്ളൂ, അത് അതിനെക്കൊണ്ട് ഒക്കുന്ന കഴിവിൻ്റെ പരമാവധി അത് ആ കുട്ടിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. പിന്നെയാണ് ഈ അണ്ണാച്ചീര മെഴുകൽ. വയസ്സിൽ ഭയങ്കരമായിട്ട് ഒരാളെ ആദ്യമായിട്ട് ഞാൻ സ്നേഹിച്ചു. അയാൾ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. എന്നിട്ട് അയാളിൽ നിന്നുണ്ടായ അനുഭവമാണ് ഈ കുട്ടി പറയണത്. എന്നെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചു, അയാളെ ഞാൻ കല്യാണം കഴിച്ചു. പല ദിവസവും ചോര തുപ്പി ഓരോ മൂലയ്ക്കലും കിടന്നപ്പോൾ എനിക്ക് എന്റെ വീട്ടിൽ പോലും പറയാൻ പറ്റില്ലായിരുന്നു. കാരണം അച്ഛനും അമ്മയും അത്രയും എതിർത്തൊരു മാരേജ് ആയിരുന്നു. എൻഗേജ്മെന്റിനൊക്കെ ശേഷമാണ് നമ്മൾ അറിയുന്നത് ബാലചേട്ടൻ ഇത് ഒരുപാട് സ്ത്രീകൾ അനുഭവിക്കണേണ്. വലിച്ചെറിയുക, സാധനങ്ങൾ വാരിയെറിയുക, അടിക്കുക, എന്തെല്ലാണ് ഈ പെൺകുട്ടികളെ ചെയ്യണത്. വീട് മൊത്തത്തിൽ നശിപ്പിക്കും, സൈക്കോള കണക്ക് പെരുമാറും. ഇതിൻ്റെ കൂടെയൊക്കെ കിടക്കാത്തതാണ് നല്ലത്. ജീവൻ തിരിച്ചു കിട്ടിയല്ലോ, ഉള്ള ആ മോളെയും കൊണ്ട് സന്തോഷമായിട്ട് കഴിയും. അവൻ്റെ സ്വത്തും വേണ്ട വകയും വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഈ കുട്ടി പരാതി കൊടുത്തെങ്കിലും കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ച് കാണുമായിരിക്കും. അതിലുള്ളത് പോലും അയാൾ ആ കുട്ടീരെ ഇതിൽ കിടക്കണത് പോലും എടുത്തോണ്ട് പോയെന്ന് പറഞ്ഞാൽ, എന്നിട്ടാണ് വന്നിരുന്നത് എൻ്റെ പാപ്പു എൻ്റെ പാപ്പു എൻ്റെ പാപ്പു എന്ന് പറയണത്. ഒരു ബർത്ത്ഡേ ആയാൽ പോലും ഒന്ന് വിഷ് ചെയ്യുകയോ, അയാൾ അവിടെ എന്തെങ്കിലും മദ്യവും അതും ഇതുമൊക്കെ മേടിച്ച് വെച്ചിട്ട് കുറേ ഇതിലേയും പോണ പിള്ളേർ സെറ്റിനെയൊക്കെ പിടിച്ച് നിർത്തി ചുമ്മാങ്കിലും എന്തെങ്കിലുമൊക്കെ കോലങ്ങൾ കാണിക്കും. എന്നാൽ പോലും ആ കുട്ടിയെ ഒന്ന് പോയി കാണാൻ ഒന്നും ചെയ്യൂല. അങ്ങനെയുള്ള ഒരാളാണ് ഇരുന്ന് പാപ്പു 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 എന്ന് 24 മണിക്കൂറും പറയണത്. എന്നിട്ടാണ് പറയണത് എൻ്റെ കോകിലേക്ക് എഴുതി കൊടുത്തത് 250 കോടി. എന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വേറൊരു ചന്ദന സദാശിവ റെഡ്ഡിയാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേച്ചിയെ കല്യാണം കഴിച്ചിട്ടുണ്ട്. ചന്ദന സദാശിവ റെഡ്ഡിയ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചു. എന്നിട്ടാണ് ഈ അമൃതയെ കല്യാണം കഴിക്കുന്നത്. എന്നിട്ടാണ് എലിസബത്തിനെ കല്യാണം കഴിക്കുന്നത്. എന്നിട്ടാണ് ഇതാ കുഞ്ഞു കുട്ടിയായിരുന്ന അന്ന് തോളിലെടുത്ത് കൊണ്ട് നടന്ന ആ പെണ്ണിനെ കല്യാണം കഴിച്ച് ഇപ്പം കൊണ്ട് നടക്കുന്നത്. അവൾക്ക് നല്ല ഏതത്തിന് കിട്ടും. ഈ പെൺപിള്ളേർക്ക് എല്ലാത്തിനും നല്ല ഏതത്തിന് കിട്ടിയിട്ടാണ് അവർ വേണ്ടാന്ന് പറഞ്ഞ് പോയത്. അവർ സഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറം അവർ സഹിച്ചതിന് ശേഷമാണ് ഈ അണ്ണാച്ചിയിൽ നിന്നും അവർ പിന്മാറിപ്പോയത്. അപ്പം ഇവള് കിടക്കണതിനൊരു കാരണമുണ്ട്. അവൾ കിടക്കണത് അവൾക്ക് വകയ്ക്കും സ്വത്തിനും വേണ്ടിയിട്ട്. അതാണ് ബന്ധത്തിൽ നിന്ന് കെട്ടി വലിച്ചു കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. മേമെന്നും പറഞ്ഞ് നടക്കണം അവള് ഉണ്ടായിരുന്നെന്നും. അല്ലാണ്ട് നിങ്ങൾ പറയുന്ന പോലെ കോടികൾ എടുത്തിട്ടൊന്നും ഇറങ്ങി ഓടിയതല്ല. ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ച് പൊക്കോട്ടെ. അത് കോടികളാ ഒന്നും അതെടുത്തില്ല. അത് അയാളെ നിന്ന് ഒന്നും തട്ടിപ്പറിച്ച് മേടിച്ചില്ല. അതിൻ്റെ ജീവൻ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പെൺകുട്ടി ഇറങ്ങിപ്പോയത്. അതുകൊണ്ട് ഇന്ന് ജീവനോടെ ഇരിക്കണം. ഇല്ലായിരുന്നെങ്കിൽ ആ സൈക്കോ ഉണ്ടല്ലോ, അത് വെറും സൈക്കോ ആണ് അയാൾ എന്തെങ്കിലുമൊക്കെയാണ് ചെയ്യണത്. മദ്യപിച്ചിട്ട് മദ്യപാനി 24 മണിക്കൂറും വെള്ളത്തിൻ്റെ പുറത്ത് നടക്കുന്ന അയാൾ കഷ്ടം. ഇപ്പോഴുള്ള ഭാര്യ നല്ലത് നല്ലത് നല്ലതെന്നും പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കണതിൻ്റെ കാര്യമുണ്ട്. എവൻ എന്തൊരു സാധനം വേണമെങ്കിലും വേവിച്ചിട്ട് കൊടുക്കും, പാചകം ചെയ്ത് ഇട്ട് കൊടുക്കും. അവൻ ഇതെല്ലാം കൂടെ തിന്നും കൊണ്ട് അവൻ ഇരുന്ന് വെള്ളം അടിച്ചിരിക്കുകയാണ്. ഹായ് എവരിബഡി. ഇങ്ങനെ സ്നേഹിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലേ? വെയിറ്റ് എങ്ങനെ കുറയ്ക്കും? ഇപ്പോഴത്തെ 4ാമത്തെ ഭാര്യയെ സ്നേഹിക്കണമെന്ന് കുഞ്ഞെന്ന് പറഞ്ഞില്ലേ എടുത്ത് തട്ടിക്കൊണ്ട് കിടന്ന. അവള് സ്നേഹിക്കണത് ഇങ്ങനെയാണെന്നു. എന്നത് ഇത് മട്ടൺ ലിവർ ഫ്രൈ വെള്ളം അടിച്ചിട്ട് തൊട്ട് നാക്കാൻ പറ്റിയത്. അവൻ അതാണ് ഹാവ് എന്നാക്കണത്. സൂപ്പർ ഫ്രൈ, ചിക്കൻ ഗ്രേവി, ചിക്കൻ ഗ്രേവി, ബിരിയാണി,
ബിറിയാണി, എന്തൊരു ബിറിയാണി, ചിക്കൻ ബിറിയാണി, മട്ടൻ ലിവർ, സുട മുട്ട എല്ലാം ഉണ്ട്. വാങ്ങി സാപ്പിടலாம் മാമാ, ബാമാ സാപ്പിടலாம். ஜென்மத்துல நீ வெயிட் குறைப்பியா? இல்ல இன்னைக்கு டயட்ல இருந்தானே இந்த ஜென்மத்துல അവൻ വിചാരിച്ചിരിക്കണ എന്തരാണ്, അവൻ ഇതൊക്കെ എല്ലാം വേവിച്ച് കൊടുക്കണത് സ്നേഹം കൊണ്ടാണ്, പെട്ടെന്ന് തീരട്ടെന്നും പറഞ്ഞോട്ട്. ലിവറും കരളും കൂമ്പും എല്ലാം അടിച്ചു പോയതാണ്, പിന്നെ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കണതാണ്. അപ്പോൾ വിചാരിച്ച് ഇത് എൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ എന്തരായാലും അടിച്ചു പോകുമ്പം പിന്നെ ആ സ്വത്തുകൾ അവകാശി ഞാനാണ്. സ്വത്തുകൾ കിട്ടാൻ വേണ്ടിയിട്ട് കോകില ചെയ്യണതായിരിക്കും അല്ലേ? ஜென்மத்துல அது சாதிக்கும் முடியுமா? முடியும் அம்மா, என்னால முடியும். മാമന് വിളമ്പി കൊടുക്കണം. ഇതൊക്കെയാണ് സ്നേഹം മാമൻ്റെ. സ്നേഹമുള്ള ഭാര്യ, നല്ല ടേസ്റ്റ്. മറ്റൊരു ഈ 3 പേരും മട്ടൺ ലിവറും ചിക്കനും അതുപോലെ ബീഫും മുട്ടയും അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇയാൾക്ക് കൊടുത്തില്ലെന്ന് തോന്നുന്നു. കോയിലെന്തരായാലും പെട്ടെന്ന് തീർന്ന് കിട്ടാൻ വേണ്ടി ഇതെല്ലാം കൂടെ ഉണ്ടാക്കി വെച്ചിരിക്കണതാണ്. കൊടു കോകിലേ, പെട്ടെന്ന് തീരട്ട്. മാമനെ ഊട്ടിക്കുന്ന ഭാര്യ. കോകിലയ്ക്കറിയാം തരാതരം പോലെ നിൽക്കാൻ. മാമൻ്റെ നിന്ന് എത്ര കിട്ടിയാലും മാമൻ കുനിച്ച് നിർത്തിയായിരിക്കും കൊടുക്കണം. എന്നാലും കുനിച്ച് നിർത്തിയിട്ട് നല്ല ഏതത്തിന് കൊടുക്കും, നല്ല മടലെടുത്ത് തന്നെ കൊടുക്കും. എന്നാലും കോകില വിചാരിക്കണത്, ഞാൻ പോയി കഴിഞ്ഞാൽ ഈ സ്വത്തിൻ്റെ അവകാശി കൊച്ചായിരിക്കും, പാപ്പു ആയിരിക്കും എന്നുള്ള ഒരു ചിന്ത കൊണ്ടായിരിക്കും ഇത് എത്ര അടി കിട്ടിയാലും കിടക്കണത്. ഇല്ലെങ്കിൽ അവളെ പാട്ടിന് പോയന. മാമ എന്നും പറഞ്ഞ് തോണ്ടി ഇങ്ങനെ നടപ്പുണ്ട് മാമൻ്റെ പിറക്കേന്. മാമനിപ്പോൾ സിനിമയിലൊന്നും അവസരം ഇല്ലെന്ന് തോന്നുന്നു. എങ്ങനെ ഈ ഭാര്യയാർ സഹിച്ചാന്തോ? ഉള്ള കാലമെങ്കിലും ഇയാളെ കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ സഹിച്ചെന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടാ. അമൃതയ്ക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. ആ കുട്ടി കരഞ്ഞു വിളിച്ചിട്ടുണ്ട്. മീഡിയക്കാരെ മണ്ടയിലാണ് കയറിയിരിക്കുന്നത്. അമൃത റിപ്പോർട്ടർ ചാനലിലാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ അതിൽ അരുൺകുമാറിനെ കുറ്റം ഓരോന്ന് പറഞ്ഞുകൊണ്ട് ബാലണ്ണ രംഗത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ അണ്ണാച്ചിക്ക് വേറെ ജോലിയൊന്നും ഇല്ലല്ലോ, പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, സിനിമയിൽ അവസരമൊന്നുമില്ല. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ബാലണ്ണ വന്നിരിക്കുന്നത്. அந்த ரிப்போர்ட்டர் சேனல்ல ஒரு மொட்டை மண்டைய மொட்டைத்தன, அவன் பேர் என்ன, அருணா. மொட்டை மண்டைய அருண், நீ காரணமான இத்தனையும் பிரச்சனை இது എന്റെ കുടുംബത്തിൽ. എന്ത് അടിസ്ഥാനത്തിൽ എന്നെ നീ വിളിച്ചു? റിപ്പോർട്ടർ ചാനലിലെ ഒരു മുട്ടയുണ്ടല്ലോ, ആ മുട്ടയെന്ന് എൻ്റെ പൊന്ന അരുൺകുമാറേ, അതൊരു വല്ലാത്ത ചതിയായിപ്പോയി. അണ്ണാച്ചി പറയണത് കേട്ടാ, റിപ്പോർട്ടർ ചാനലിലെ ഒരു മുട്ടയുണ്ടല്ലോ. ബാക്കി കേൾക്കാം. ബാക്കിൽ വടിയണക്കൊന്ന് നിപ്പുണ്ട്. അതാ ഓൻ പേരെന്തോന്ന്, റിപ്പോർട്ടർ ചാനലിലെ ഓൻ പേരെന്തോന്ന് അപ്പൊ പറഞ്ഞു കൊടുക്കണു അരുൺകുമാർ. മണ്ടയിലൊന്നുമില്ല, അകത്തൊന്നുമില്ല. എന്റെ അടിസ്ഥാനത്തിൽ വിളിച്ചെന്നെ 15 ലക്ഷം രൂപ ഞാൻ ചതിച്ചു എന്ന് പറഞ്ഞിട്ട് എങ്ങനെ നിങ്ങൾ ന്യൂസ്? നിന്റെ മണ്ടയിലും ഒന്നുമില്ല, അകത്തും ഒന്നുമില്ല. മണ്ടയിലും അകത്തും ഉള്ള ഒരാളാണ് ഇയാളെ. മണ്ടയിൽ ചെളിയാണ്, ചെളി വാരി നിറച്ചു വെച്ചിരിക്കണം. അതാണ് ഈ മണ്ടത്തരങ്ങൾ പറയണം, മന്ദബുദ്ധിത്തരങ്ങൾ പറയണം. ഓരോ സ്ഥലത്തും വിളിച്ച് പറയുന്നത്, ഓരോ മീഡിയയുടെ മുന്നിലും വിളിച്ച് പറയുന്നത് മണ്ടത്തരങ്ങളാണ്. ഇപ്പം പറയണ് മൊട്ടേരെ തലയ്ക്കകത്തൊന്നുമില്ലെന്ന്. 15 ലക്ഷം രൂപ ചതിച്ച്, ഇതാണ് നേരത്തെ പറഞ്ഞ ഇതാണ് 15 ലക്ഷം രൂപ ചതിച്ചെന്ന് ആ ചാനലിലാണ് അമൃത പറഞ്ഞത്. അതുകൊണ്ടായിരിക്കും അതങ്ങനെ പറഞ്ഞത്, അതിൻ്റെ വാശിയാണ്. 15 ലക്ഷം രൂപ ചതിച്ചു എന്ന് പറയാൻ നീ സമ്പാദിക്കണത്, ഇയാൾ സമ്പാദിക്കണ ഇയാളെ മോക്ക് വേണ്ടിയല്ലേ? പിന്നെ എന്തിനാണ് ഇയാൾ ആർക്ക് കൊടുക്കാൻ സമ്പാദിച്ചു വെക്കണത്? ரெக்கார்ட்ஸ் இல்லாம ஒரு சேட்டலைட் சேனல், ரிப்போர்ட்டர் சேனல் எப்படி எங்க நீங்க அது பாருங்க. if you dare
கம் இன் லைவ் என்கிட்ட பேசு, லைவ்ல பேசு. அருண் தானே அவன் பேரு, மொட்டையா இருப்பான். லைவ்ல பேசு. என் குடும்பம் எவ்வளவு കഷ്ടപ്പെടുது മനസ്സിലാക്കുന്നുണ്ടോ? നീ പറഞ്ഞ ഒറ്റ ഒരു കള്ളത്തനം കൊണ്ട് തനിക്ക് ആ കുടുംബം അന്ന് വേണമായിരുന്നു എങ്കിൽ എന്തിനടോ താൻ അങ്ങനെ കാണിച്ചത്? തനിക്ക് സന്തോഷമായിട്ട് ആ പെൺകുട്ടിയും ആ മകളുമായിട്ട് സുഖമായിട്ട് കഴിയായിരുന്നല്ലോ, ഇഷ്ടം പോലെ ആസ്തി ഉണ്ടായിരുന്നല്ലോ. പിന്നെന്തിനടോ താൻ അടുത്തതിൻ്റെ പിറക്കേന്ന് പോയി? എടോ മുഴു മദ്യപാനിയായത് താനല്ലേ? മുഴു മദ്യപാനിയായി ആ പെൺകുട്ടിയെ ഉപദ്രവിച്ചത് താനല്ലേ? അല്ലാതെ വെളിയിൽ നിന്ന് ആരെങ്കിലും വന്ന? ഒരു കുടുംബം നശിപ്പിക്കാനാണ്. കുടുംബം നശിപ്പിച്ചത് ആരാണ്? നമ്മളെ മാമനല്ലേ, ബാലമാമനല്ലേ കുടുംബം നശിപ്പിച്ചത്? അല്ലെങ്കിൽ നല്ലതുപോലെ പോവാനുള്ള കുടുംബമായിരുന്നു. താൻ നല്ലതുപോലെ ആയിരുന്നെങ്കിൽ ആ കുട്ടി അങ്ങനെയാണ് സ്നേഹിച്ചത്. പക്ഷേ അവിടെ ഒരു വിള്ളൽ വരുത്തിയത് ആരാണ്? ഇയാളാണ്. പിന്നെ അവരുടെ ഇൻഫ്ലുവൻസ് ആയിരിക്കും. ആയിക്കോട്ടെ, ഞാൻ തെറ്റ് ചെയ്തില്ലെന്നുള്ള എല്ലാ എവിഡൻസും ഞാൻ കൊടുത്തു കഴിഞ്ഞു. തെറ്റ് ചെയ്യൂല, നമുക്കറിയാം തെറ്റ് ചെയ്യൂലേ എന്നുള്ളത്. മീഡിയയുടെ മുന്നിൽ വന്നിരുന്ന് മെഴുകും കണക്കല്ല. എന്തോ ഇപ്പൊ ബാലയുടെ തലയിലാണ് ചെളിയ കളിമണ്ണ കണ്ട നിറച്ചു വെച്ചേക്കണമെന്ന് തോന്നണത്. എന്തിനാണെന്ന് അറിയാൻ വയ്യ. തമിഴ്നാട്ടിൽ നിന്ന് ഇനി കേരളത്തിലോട്ട് വന്ന് കിടക്കണം. ഇപ്പൊ കേരളത്തിലുള്ളവർക്കും ബുദ്ധിമുട്ടായ ഒരവസ്ഥയാണ്. എന്തായാലും മലയാളമൊക്കെ സംസാരിക്കാൻ അറിയാം കേട്ടോ, അത്യാവശ്യം. 250 കോടി കോകുലേ, വിട്ട് കളയരുത്, പിടിച്ചോളണം കേട്ടോ, മുറുക്കെ പിടിക്കണേ, വിട്ട് കളയരുത്. എത്ര അടിയിടിയും കിട്ടിയായിരുന്നാലും സഹിച്ച് കിടക്കണം. പിന്നെ പെട്ടെന്ന് തീരാനും കൂടെ പ്രാർത്ഥിച്ചു.